ധന്യമീകരണത്തില് ചിലപ്പോ വലിയ കാര്യമൊക്കെ പറയാൻ ശ്രമം നടത്തുമെങ്കിലും ഞാനൊരു ചെറിയ ആളും ചെറിയ മനുഷ്യനും. അപ്പൊ മനുഷ്യ സഹജമായിട്ടുള്ള വികാരങ്ങളും ചിന്തകളൊക്കെ എനിക്കും ഉണ്ടാകും. ചിലപ്പോ വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ പുറത്തെടുക്കുമ്പോ ചെറിയൊരു വിശപ്പ് വരും. ആ ചെറിയ വിശപ്പ് തോന്നുമ്പോൾ ഞാൻ പുറമെ അങ്ങനെ കഴിക്കുന്ന സ്വഭാവക്കാരനല്ല, എങ്ങനെ വന്നാലും കഴിക്കാത്ത സ്വഭാവക്കാരനാണ്. പോണ വഴിക്ക് ഒരു കടയല് നല്ല കണ്ണാടിച്ചില്ലില് എത്ര വസ്തുക്കളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തൊരു ഭംഗിയാണ് അത് കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപ്പ് വട, ഉഴുന്നുവട. ആര് കണ്ടാലും പൊക്കവട ഒരു ഇളം ചൂടുള്ളപ്പോ തിന്നുക എന്നുള്ളത് വളരെ സുഖകരമായിട്ടുള്ളൊരു കാര്യം ആണ്. അപ്പൊ മനസ്സ് പറയും ഇപ്പൊ നല്ല ആ പൊക്കവടയും തിന്നാലുണ്ടാവും. ഈ വരുന്ന യാത്രക്കാര് മുഴുവൻ, അതിലെ നടന്നു പോകുന്നവര് മുഴുവൻ അത് നോക്കും. എക്സിബിറ്റ് ചെയ്ത വസ്തുക്കൾ ഭക്ഷിക്കുന്നത് നല്ലതാണോ എന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. അല്ലാതെ എനിക്കത് തോന്നിയോ ഇല്ലയോ എന്നല്ല. പ്രദർശനത്തിന് വെച്ച ഭക്ഷ്യവസ്തുക്കൾ, ആ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഭക്ഷിക്കുന്നത് നന്നായി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കാർഷിക ഗവേഷണ കേന്ദ്രമൊക്കെ പട്ടാമ്പിയില്ല, അതിന്റെ അടുത്താണുള്ള വീട്. അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള പല വസ്തുക്കളും ഓരോരുത്തർ വാങ്ങിക്കൊണ്ടു. അത് വാങ്ങിയിട്ട് ചിലവർക്ക് അസുഖമുണ്ടായിട്ട് അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിലും ധാരാളം പേര് നോക്കി കൊതിച്ച സാധനം നമ്മള് വാങ്ങി തിന്നുമ്പോ സൂക്കേട് വരുന്നൊരു കാരണവർ പറഞ്ഞിട്ടുണ്ട്. കാരണവരൊന്നും ആലോചിച്ചിട്ടല്ല, അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഇതിന്റെ സത്യാവസ്ഥയും ഒന്നും ഞാൻ നിരീക്ഷിച്ചിട്ടല്ല. കൂടുതൽ പേര് ആകർഷിക്കപ്പെട്ട കാര്യം നാം സ്വന്തമാക്കുന്ന എന്ത് സംഭവിക്കും? ഇത് കാമുകിയുടെ കാര്യത്തിന് ശരിയാണ്, പക്ഷെ ധന്യമേ ജീവിതത്തിൽ അതല്ല ഞാൻ വിസ്തരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. കുറെ പേര് കണ്ടു കൊതിച്ചതാ, നമ്മളത് സ്വന്താക്കുക. കൊതിപ്പെട്ട സാധനമല്ലേ നമ്മൾ തിന്നുന്നു. പഴയ ആളുകൾ പറഞ്ഞത് കൊതിപ്പെട്ട സാധനം തിന്നരുതെന്ന്. ഇതിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുക. ഒരു സെക്കൻഡ് ഞാൻ ആലോചിക്കും, ഈ പൊക്കവടിയും ഉഴുതുവടിയും തിന്നും അവരുടെ കാര്യം എന്താ? കാണുമ്പോഴേക്ക് തിന്നാൻ തോന്നുന്നു. കുട്ടികൾ പറയും ഉണ്ടാക്കിയ വസ്തുക്കളെ വേറൊരാളെ കൊണ്ട് കൊതിപ്പിക്കുന്നത് ശരിയാണ്. കൊതി പറ്റുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ട്. ഒരു യാത്ര കഴിഞ്ഞിട്ട്, ഇതൊരു 30 കൊല്ലം മുമ്പ് വീട്ടിലെത്തി, കട്ടിൽ കിടന്നു, ഞാൻ അസ്വസ്ഥനായി. ഇങ്ങനെ പലർക്കും പറ്റും. ഛർദിക്കണം തോന്നുക, ഛർദിക്കാൻ വരുന്നില്ല. എന്താ പറ്റിയെന്നറിയില്ല. ഞാൻ വിശേഷിച്ചൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പൊ നമ്മൾ ആലോചിക്കില്ല എന്തൊക്കെയാ ഇപ്പൊ കഴിക്കുന്നത്. വീട്ടിൽ വന്നിട്ട് അങ്ങനെ ആവശ്യമില്ലാതെ കാലിക്കാതെ കുടിക്കുന്ന സ്വഭാവം കൂടി. ഇപ്പൊ എന്തെനിക്ക് പറ്റി? ആകപ്പാടൊരു അസ്വസ്ഥ. 90 കഴിഞ്ഞ ഒരു വൃദ്ധ വീട്ടിൽ ഭാര്യയോട് കുശലം ചോദിച്ചു. രവി എവിടെയെന്ന് ചോദിച്ചു. കിടക്കുകയാണ്, എന്തോ വയ്യാന്ന് പറയുന്നുണ്ട്, എന്തോ ആകെ അസ്വസ്ഥയാണ്, വയറിന് എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. വന്ന് നോക്കി, പിന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്,
എന്തേ കഴിച്ചല്ലേ ഇത് കൊതിപ്പെട്ടുവോന്ന്. കൊതിപ്പെടാത്ത ഇവിടുന്ന് ഇപ്പൊ വീട്ടിൽ വന്നിട്ടാണ് 2 മണിക്കൂറായി. അപ്പോഴാണ് ചിന്ത. ഏറ്റവും അവസാനം ആഹാരം കഴിച്ചത് ഒരു പ്രശസ്ത ദേവാലയത്തിൽ നിന്ന്. ഒരു സെറ്റ് ഊണ് കഴിച്ച് പോയിട്ട് വേണം അടുത്ത സെറ്റിനെ കയറ്റാൻ. ഞാനിരിക്കുന്നത് ഏകദേശം വാതിലിന്റെ അടുത്താണ്. അവിടുത്തെ ജനവാതിൽ തുറന്നപ്പോ വിശന്ന് പൊരിയുന്ന കുട്ടികള് ക്യൂ നിൽക്കുകയാണ്. കുട്ടികള് നോക്കുമ്പോ എനിക്ക് ഊണ് കഴിച്ചിട്ട് വേണം അവർക്ക് കയറാൻ. അവർക്ക് നല്ല വിശപ്പുണ്ട്. കുട്ടികളല്ലേ, മുതിർന്നവരും ആയിരിക്കും. ഇലയിൽ ഓരോരോ സാധനം വിളമ്പിയിട്ടുണ്ട്. ഞാൻ കഴിച്ചു. ആ അസ്വസ്ഥത, അതിനെ കൊതിന്ന് വിളിക്കും. ആ അസ്വസ്ഥതയാണ് പിന്നീട് ഈ അസുഖമായിട്ട് വന്നത്. പതിവ് പോലെ ഒരു വിഷയം പറയുന്നത് വേറൊരു വിഷയം പറയണം. നമ്മുടെ ഇന്നത്തെ ജീവിതം ബാക്കിയുള്ളവർ കൊതിപ്പെടണം എന്നുള്ള രീതിയിലാണ്. എല്ലാവരുടെ കാര്യം പറഞ്ഞില്ല. നമ്മളൊരു സ്വത്ത് വാങ്ങണം എന്തിനു വേണ്ടിയാ? കാണുന്നവര് പറയണം, ഏയ് എന്ത് നല്ല സത്യം തോന്നിക്കാനുള്ള അടുത്ത് വാങ്ങണം. നമ്മുടെ വീട്ടിൽ കല്യാണം നടന്നത് എന്തിനാ? ആഭരണം വാങ്ങുന്നത് എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ബിരുദങ്ങൾ അവിടെ അങ്ങനെ എഴുതി വെക്കണ്ടേ? പ്രമാണിച്ചെങ്ങാണ് PhD എന്ന് എഴുതിയാൽ പോരല്ലോ. ബ്രാക്കറ്റിൽ ലണ്ടൻ എന്നുണ്ട്. വീട് വെക്കുന്നത്, വസ്ത്രം, അധികാരം, ഇതൊക്കെ കൊതിപ്പെടുത്തുന്നല്ലേ. അധികാരത്തിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തും പറയാം, എന്തും കേൾക്കും. ആളുകളൊന്നും മുട്ടില്ല. നമുക്കാണ് അധികാരം. ആരെന്താ ചോദിക്കുക? എന്റെ വീട്ടിൽ കാലുമ്മ കാലി വെച്ചിട്ട് ഞാൻ ഇരുന്നാൽ വേറെ ആളൊന്നും ഇടപെടില്ല. എന്റെ വീടല്ലേ, അതുപോലെ എനിക്ക് അധികാരമല്ലോ. അതിനും ഇതേമാതിരി കൊതി പറ്റുന്നുണ്ട്. പിന്നെ അധികാരമില്ലാതെ ആവുമ്പോ ആളുകൾ ഓരോന്ന് പറയും. കൊതി പറ്റുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ പറ്റുന്നതെന്ന് പറയാൻ കഴിയും. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൊതിച്ചു പോകും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വൈകുന്നേരം നടക്കാൻ പോകുമ്പോ ആ കടറ അവിടെ എത്തുമ്പോ എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊക്കവട കണ്ടു. അനവധി പേര് കണ്ടു കൊതിച്ചു, തീർന്നില്ല. ആ കൊതി എങ്ങനെ സംഭവിക്കുന്നു, അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചൊരു ഗൗരവമുള്ള വിഷയമാണ്. വേറൊരു ടാക്കില് ഞാനത് പറഞ്ഞുകൊള്ളാം.